നമസ്കാരം. K20യിലേക്ക് സ്വാഗതം. കോട്ടയം എന്ന് കേട്ടാൽ കേരള കോൺഗ്രസ്, റബ്ബർ, ക്രൈസ്തവ വോട്ടുകൾ ഇതൊക്കെയാണ് മലയാളി പൊതുബോധത്തിൽ ആദ്യം ഓടിയെത്തുക. എന്നാൽ യഥാർത്ഥ കോട്ടയം ഈ സ്റ്റീരിയോ ടൈപ്പുകൾക്ക് അത്ര വഴങ്ങുന്നതല്ല. സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യം നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഇവിടെ ജയിച്ചത്. 67-ൽ കോൺഗ്രസും കേരള കോൺഗ്രസും വ്യത്യസ്ത മുന്നണികളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സപ്തകക്ഷി മുന്നണിയായി മത്സരിച്ച ഇവിടെ CPM സ്ഥാനാർത്ഥിയായ KM എബ്രഹാം ജയിച്ചു. 71-ലെ തെരഞ്ഞെടുപ്പിൽ മാണി ഐക്യമുന്നണിയിൽ ചേക്കേറി. കോട്ടയത്ത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി വർക്കി ജോർജ് ജയിച്ചു. അടുത്ത 2 വട്ടവും കേരള കോൺഗ്രസിന്റെ സ്കറിയ തോമസിന് തന്നെയായിരുന്നു ജയം. 84-ൽ സ്കറിയ തോമസ് CPMന്റെ സുരേഷ് കുറുപ്പിനോട് തോറ്റു. യുവാവായ സുരേഷ് അന്നേ വാർദ്ധക്യം ബാധിച്ച സ്കറിയ തോമസിനെ തോൽപ്പിച്ചത് കണ്ട കോൺഗ്രസ് അപകടം മണത്തു. കോട്ടയം തിരിച്ചുവാങ്ങിയ കോൺഗ്രസ് യുവ നേതാവ് രമേശ് ചെന്നിത്തലയെ രംഗത്തിറക്കി മണ്ഡലം പിടിച്ചു. 98-ൽ സുരേഷ് കുറുപ്പ് വീണ്ടും ജയിച്ചു. ചെന്നിത്തല മാവേലിക്കരയ്ക്ക് മാറിയപ്പോൾ ആന്റോ ആന്റണിയെ കോട്ടയത്തിറക്കിയ കോൺഗ്രസിന് പാളി. 99-ലും 2004-ലും സുരേഷ് കുറുപ്പ് വിജയം ആവർത്തിച്ചു. മൂവാറ്റുപുഴ മണ്ഡലം ഇല്ലാതായതോടെ കോട്ടയം കേരള കോൺഗ്രസിന് നൽകി. സുരേഷ് കുറുപ്പ് ജോസ് കെ മാണിയോട് തോറ്റു 2009-ൽ. പോയ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില ഇനി പരിശോധിക്കാം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്തത് 8,07,820 വോട്ടാണ്. ജോസ് കെ മാണി കേരള കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥി 50.13% വോട്ട് നേടി. അതായത് 4,04,962 വോട്ടാണ് ജോസ് കെ മാണി നേടിയത്. LDF സ്ഥാനാർത്ഥി സുരേഷ് കുറുപ്പ് അദ്ദേഹം 41.27% വോട്ട് നേടി. അതായത് 3,33,392 വോട്ടാണ് സുരേഷ് കുറുപ്പ് നേടിയത്. BJP സ്ഥാനാർത്ഥി അദ്ദേഹം NK നാരായണൻ നമ്പൂതിരി അദ്ദേഹം 4.63% വോട്ട് നേടി. അതായത് 37,422 വോട്ടാണ് നാരായണൻ നമ്പൂതിരി നേടിയത്. കോട്ടയത്തെ അസംബ്ലി മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം ലഭിക്കുന്ന മണ്ഡലമുണ്ട്, കടുത്തുരുത്തി. എന്നാൽ പാലായിൽ KM മാണി 12 തവണ ജയിക്കുന്നതും മിതമായ ഭൂരിപക്ഷത്തിനാണ്. വൈക്കം പോലെ ഇടതുപക്ഷം മാത്രം ജയിക്കുന്ന മണ്ഡലമുണ്ട്. കോട്ടയം, ഏറ്റുമാനൂർ പോലെ ഇടതിന് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളും ഉണ്ട്. അത്ര ഈസി വോക്കവറല്ല ഇവിടെ ആർക്കും. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ട് നില ഇനി പരിശോധിക്കാം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പിറവം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ TM ജേക്കബ് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി തയ്യൽ മെഷീൻ ചിഹ്നത്തിൽ മത്സരിച്ചു. അദ്ദേഹത്തിന് ഭൂരിപക്ഷം 157 വോട്ടായിരുന്നു. TM ജേക്കബിന്റെ മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മകൻ അനൂപ് ജേക്കബാണ് ജയിച്ചത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 12,071 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു പിറവം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. KM മാണി പാലാ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 5,259 വോട്ടാണ്. മോൻസ് ജോസഫ് കടുത്തുരുത്തി മണ്ഡലത്തിലെ കേരള കോൺഗ്രസിന്റെ UDF സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 23,057 വോട്ടാണ്. വൈക്കം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി CPIയുടെ K അജിത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 10,568 വോട്ടാണ്. സുരേഷ് കുറുപ്പ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ 1,801 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ കോട്ടയം അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ UDF സ്ഥാനാർത്ഥി കേവലം 711 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 33,255 വോട്ടാണ്. പുതുപ്പള്ളിയിലെയും കടുത്തുരുത്തിയിലെയും മൃഗീയ ഭൂരിപക്ഷ പ്രകാരം ഇപ്പോഴത്തെ UDFന്റെ ഭൂരിപക്ഷം 61,000 വോട്ടാണ്. 2009-ൽ 71,000 വോട്ടിന്റെ ഭൂരിപക്ഷവും. ഇതുകൊണ്ടാണ് മാത്യു ടി തോമസ് കോട്ടയത്ത് വരാതെ അറച്ചു നിന്നത്. മാണിയുടെ പത്രിക സ്വീകരിക്കാതിരുന്നപ്പോൾ മാണി മാത്രമല്ല UDF ഒന്നാകെ വിറച്ചതും അതുകൊണ്ട് തന്നെ. യു ഷൈജുവിന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ഏറെ പറഞ്ഞുകേട്ട മണ്ഡലമാണ് കോട്ടയം. കൊല്ലത്ത് ഇടതുമുന്നണിയിൽ RSP ഉടക്കിയിറങ്ങിയപ്പോൾ കോട്ടയം ജനതാദൾ എസിന് നൽകുകയായിരുന്നു. ജനതാദൾ എസ് നേതാവ് മാത്യു ടി തോമസ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയായതോടെ കേരള കോൺഗ്രസ് മത്സരിക്കുന്ന കോട്ടയത്ത് മികച്ച എതിരാളിയെ നൽകാൻ LDFനായി. 2 മുന്നണികൾക്കും തലവേദന സൃഷ്ടിച്ച മണ്ഡലമാണ് കോട്ടയം. നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി സീറ്റ് ജനതാദളിന് നൽകേണ്ടി വന്നു CPMന്. സീറ്റ് ആർക്കെന്നതിലും സ്ഥാനാർത്ഥി ആരെന്നതിലും സംശയമില്ലാതിരുന്ന UDFന് അവസാന ഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രികയിൽ പിഴവുണ്ടെന്ന ആരോപണം പ്രതിസന്ധിയായി. അവ്യക്തതകളെല്ലാം തീർത്ത് അവസാന ലാപ്പിലെ ഓട്ടത്തിന് തയ്യാറെടുക്കുകയാണ് മുന്നണികൾ. കൊല്ലം കിട്ടാതെ RSP LDF വിട്ടപ്പോഴാണ് നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി കോട്ടയം ജനതാദളിന് നൽകാൻ CPM തീരുമാനിച്ചത്. സ്ഥാനാർത്ഥി കരുത്തനായിരിക്കണമെന്ന ഉപാധി വെച്ചു CPM. ദിവസങ്ങൾ നീണ്ട ആലോചനകൾക്കൊടുവിൽ മാത്യു ടി തോമസിനെ മത്സരിപ്പിക്കാൻ ജനതാദൾ തീരുമാനിച്ചു.
കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന്, സ്ഥാനാർത്ഥി ജോസ് കെ മാണി. ഇതിലൊന്നും തർക്കമുണ്ടായിരുന്നില്ല UDF-ൽ. അതനുസരിച്ച് ജോസ് കെ മാണി പ്രചാരണം നേരത്തെ തുടങ്ങുകയും ചെയ്തു. ഭൂരിപക്ഷത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല, എതിരാളി ആരാണെന്ന് ഞാൻ നോക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് എന്നിലർപ്പിച്ചൊരു വിശ്വാസമുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾ. അത് വികസനത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്ന കാര്യത്തിലായിരിക്കും, അവരോടൊപ്പം അവരുടെ കൂടെ നടക്കുന്ന കാര്യത്തിലായിരിക്കാം, അതോടൊപ്പം നിയമനിർമ്മാണത്തിലായിരിക്കും, ഏത് കാര്യങ്ങളിലാകട്ടെ ഓരോരുത്തർക്കും ഓരോ സങ്കല്പമുണ്ടാകും. എൻ്റെ പരമാവധി ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ ആത്മാർത്ഥമായ ശ്രമമുണ്ട്. അതിലും ഒരു പോറലേക്കാതെ കാത്തുസൂക്ഷിച്ചിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്നതിൻ്റെ പൂർണ്ണ വിശ്വാസം. ഇനിയും അങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഇടതുപക്ഷത്തിന് അത്ര എളുപ്പം ജയിച്ചു കയറാവുന്ന മണ്ഡലമല്ല കോട്ടയം. എന്നാൽ കോട്ടയത്തെ വോട്ടർമാരുടെ മനസ്സ് വായിച്ച് തന്ത്രങ്ങൾ പയറ്റിയ CPM 5 തവണ ഇവിടെ വിജയക്കൊടി പാറിച്ചിട്ടുണ്ട്. മത്സരാർത്ഥിയുടെ വ്യക്തിത്വം, ജാതി സമവാക്യങ്ങൾ എല്ലാം ഹരിച്ചും ഗുണിച്ചും CPM സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്ന ഇടമാണ് കോട്ടയം. ഈ കണക്കുകൂട്ടലുകളുടെ ഫലമാണ് സുരേഷ് കുറുപ്പിന് ഹാട്രിക് സമ്മാനിച്ചത്. ഈ കണക്കുകൂട്ടലുകളുമായാണ് CPM ഇക്കുറിയും തുടങ്ങിയത്. വൈക്കം നഗരസഭയുടെ മുൻ ചെയർമാൻ PK ഹരികുമാർ ലക്ഷണയുക്തനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ RSPയുടെ മുന്നണി മാറ്റം എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. എന്നും കോൺഗ്രസിനോടൊപ്പം UDF-നോട് ഒപ്പം നിന്ന ഒരു വലിയ വിഭാഗം ഇത്തവണ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പോവുകയാണ്. മറ്റ് ജനകീയ പ്രശ്നങ്ങളോട് ചേർത്ത് വായിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ ജനകീയ പ്രശ്നങ്ങൾ, അഴിമതിയുടെ പ്രശ്നങ്ങൾ അടക്കം ചേർത്ത് വായിക്കുമ്പോൾ ഈ നിലപാടിൽ UDF വോട്ടിൽ വലിയ ചോർച്ചയുണ്ടാകും. UDF-ന്റെ പരമ്പരാഗത വോട്ടുകളിൽ ഞാൻ അങ്ങനെയാണല്ലോ തിരുവല്ല ജയിച്ചുകൊണ്ടിരുന്നത്. UDF സ്ഥിരം ജയിച്ചുകൊണ്ടിരുന്ന തിരുവല്ലയിൽ ആ വോട്ടുകളിൽ നിന്ന് ആളുകൾ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമ്പോഴാണ് തിരുവല്ല ജയിച്ചത്. ഇടതിൽ ചർച്ച മുറുകുമ്പോൾ കേരള കോൺഗ്രസ് കോട്ടയത്തിന് പുറമെ ഇടുക്കിയും വേണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു നോക്കി. ഈ തർക്കം കോട്ടയത്തെ ബാധിക്കാതിരിക്കാൻ KM മാണി ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി ആദ്യം തന്നെ പ്രചാരണത്തിൽ ഊർജിതമായി. തുടങ്ങി വെച്ച കാര്യങ്ങൾ നമുക്ക് പൂർത്തിയാക്കണം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമുക്കറിയാം, ഇവിടെ വളരെയധികം നദികളും തടാകങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വലിയൊരു പ്രശ്നമുണ്ട്. കുടിവെള്ളവുമായിട്ടുള്ള ജനകീയ പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം ഡയറക്റ്റായിട്ടുള്ള പദ്ധതികളല്ല, പക്ഷേ കേന്ദ്രം സംസ്ഥാനമായി സംയോജിപ്പിച്ചുകൊണ്ടും ലോക്കൽ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രാദേശിക വികസന ഫണ്ട്, പ്രാദേശിക സർക്കാരുമായി ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളാണ് കൂടുതലും വരുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ അധികവും UDF-ന്റെ കൈകളിലാണ്. വെറും UDF-ന്റെ കൈകളിലായ മണ്ഡലങ്ങൾ മാത്രമല്ല ഇവിടെയുള്ളത്. മന്ത്രിസഭയിലെ 4 മുൻനിര മന്ത്രിമാരുടെ പ്രധാന തട്ടകങ്ങൾ കൂടിയാണ് ഈ മണ്ഡലങ്ങൾ. മന്ത്രിസഭയുടെ തലവൻ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി, കേരള കോൺഗ്രസ് എം ലീഡർ KM മാണിയുടെ പാല, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ നേതാവ് അനൂപ് ജേക്കബിന്റെ പിറവം, മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കോട്ടയവും ഉൾപ്പെടുമ്പോൾ മുൻ മന്ത്രി മോൻസ് ജോസഫിന്റെ കടുത്തുരുത്തിയും ഇവിടെ തന്നെ. ഇടതിനൊപ്പം നിൽക്കുന്ന ഏറ്റുമാനൂർ മുൻ MP പ്രതിനിധീകരിക്കുമ്പോൾ വൈക്കം CPI-യിലെ K അജിത്തിന്റേതാണ്. വൈക്കം ഏറ്റുമാനൂർ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാമെന്നാണ് LDF-ന്റെ പ്രതീക്ഷ. കോട്ടയത്ത് മുന്നിലെത്താമെന്നും മറ്റു മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്താനും LDF ശ്രമിക്കുന്നു. കോട്ടയംകാർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സന്തോഷകരമായി സ്വീകരിച്ച കാര്യം മാത്യു ടി തോമസ് എന്ന സ്ഥാനാർത്ഥിയെ 2 കൈയും നീട്ടി കോട്ടയത്തെ ജനങ്ങൾ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഏറ്റവും വലിയ മേൽക്കൈ. അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് ഒരു സത്യസന്ധതയും മാന്യനുമായ ഒരു പൊതുപ്രവർത്തകൻ, ഭരണാധികാരി എന്നുള്ള മികച്ച ഒരു ഭരണാധികാരി എന്ന് തെളിയിച്ച ഒരാൾ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പാളിച്ചകൾ പരിഹരിക്കാൻ തങ്ങൾക്കാകുമെന്ന് UDF കണക്കുകൂട്ടുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ജോസ് കെ മാണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒരു പുതുമുഖമായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. 5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിൻ്റെ പശ്ചാത്തലത്തിലാണ് മത്സരിക്കുക. ഒരു MP ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് MP-ക്ക് ചെയ്യാൻ കഴിയുമെന്ന് കേരളത്തിനാകെ മാതൃകയായ MP-യാണ് ശ്രീ ജോസ് കെ മാണി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ മന്ത്രാലയങ്ങളിൽ നിന്ന് 2-3 മന്ത്രാലയങ്ങൾ ഒഴിച്ചാൽ മിക്കവാറും എല്ലാ മന്ത്രാലയങ്ങളിൽ നിന്നും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ മേഖലയുടെ വികസനത്തിനാവശ്യമായ ഫണ്ട് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നടത്തിയ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് സിറ്റിംഗ് MP ജോസ് കെ മാണിയുടെ വോട്ടുപിടുത്തം.
എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലും ഇവിടെ വികസനം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ഒരു വശത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളും ഇടതുമുന്നണി പ്രചാരണായുധമാക്കുന്നു. മണ്ഡലത്തിലെ വോട്ടിങ്ങിനെ സ്വാധീനിക്കാനിടയുള്ള പ്രധാന ഘടകങ്ങളിൽ ഒന്ന് റബ്ബറാണ്. റബ്ബർ ഇറക്കുമതി ഉദാരമാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകനെ സാരമായി ബാധിക്കുന്നു. അവധി വ്യാപാരത്തിന് അനുമതി നൽകിയതും കർഷകന് പ്രശ്നമാണ്. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിച്ചതാകട്ടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ട് മുൻപ് മാത്രം. ഈ പ്രശ്നം റബ്ബർ പോലെ മണ്ഡലത്തിലുടനീളം വലിഞ്ഞു നിൽക്കുകയാണ്. പ്രശ്നത്തിൽ കേരളത്തിൽ സമരം നടത്തി വാർത്ത നേടിയതല്ലാതെ MP ഒന്നും ചെയ്തില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. കോട്ടയത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനമായ കോട്ടയത്തെ എല്ലാ ബിസിനസ്സും അടിത്തറയെന്ന് വെച്ചാൽ റബ്ബറാണ്. ആ റബ്ബറിൻ്റെ ഇന്ന് വില കൂടിയ സമയത്ത് സ്വാഭാവികമായും റബ്ബർ ടാപ്പ് ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ കാശ് കിട്ടാൻ തുടങ്ങി. റബ്ബറുമായി ബന്ധപ്പെട്ട മറ്റ് ചെറുകിട വ്യവസായങ്ങൾ വന്നു, അതിലെല്ലാം നന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി എന്ന് വെച്ചാൽ റബ്ബർ വെട്ടാനേ പറ്റുന്ന സ്ഥിതിയില്ല. റബ്ബർ വെട്ടിയിട്ട് കാര്യമില്ല. 248 രൂപയിൽ നിന്ന് 140 രൂപയിലേക്ക് അത് കുറഞ്ഞു. അത് ഈ ഗവൺമെൻറ്റിൻ്റെ നയം കൊണ്ട് മാത്രം കുറഞ്ഞതാണ്. ഗവൺമെൻറ് ഇറക്കുമതി റബ്ബർ മുതലാളിമാർക്ക് വേണ്ടി നിലപാടെടുത്തുകൊണ്ടാണ് ഈ റബ്ബർ കൃഷിക്കാർക്ക് ഈ വില നഷ്ടമുണ്ടായത്. ടയർ മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ കൊണ്ടുവന്ന ഒരു നിയമവും അതിന് ഏറ്റവും പ്രശ്നം അവർ 20% ഡ്യൂട്ടി എക്സൈസ് ഡ്യൂട്ടി തീരുമാനിച്ചു. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ ഈ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള അവരുടെ ഗവൺമെൻറ് തീരുമാനമെടുത്തിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ ഏതാണ്ട് ഒരു വർഷത്തോളം കൊണ്ടുപോയതിൻ്റെ ഫലമായി ടയർ മുതലാളിമാർ വരുന്ന 2 വർഷത്തേക്കുള്ള റബ്ബർ മുഴുവൻ സംഭരിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടാക്കി. കേന്ദ്ര സർക്കാരിന്റെ സമീപനം കർഷകർക്കിടയിൽ മാത്രമല്ല റബ്ബർ വ്യവസായികൾക്കിടയിലും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ റബ്ബർ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് വാണിജ്യ വകുപ്പ് മന്ത്രി ഒരു തീരുമാനമെടുത്തിരുന്നു. ഇറക്കുമതി തീരുവ 20% അല്ലെങ്കിൽ 34 രൂപ എന്നുള്ളതായിരുന്നു. ആ തീരുമാനം അന്ന് നടപ്പാക്കിയിരുന്നെങ്കിൽ കേരളത്തിലെ റബ്ബർ കർഷകർക്കും റബ്ബർ വ്യാപാരികൾക്കും വളരെ ഗുണകരമായൊരു തീരുമാനമായിരുന്നേനെ. അത് കേന്ദ്രമന്ത്രി ശ്രീ P. ചിദംബരം കഴിഞ്ഞ 9 മാസം അത് പിടിച്ചു വെച്ചതിന് ശേഷം ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളും കർഷകരും വളരെയേറെ പ്രക്ഷോഭങ്ങൾ നടത്തിയതിന് ശേഷമാണ് കഴിഞ്ഞ ഡിസംബർ 20-ന് ആ ഇറക്കുമതി തീരുവ എന്നുള്ളത് 20% അല്ലെ 30 രൂപ എന്ന് 4 രൂപ കുറച്ചൊരു തീരുമാനമെടുക്കുകയുണ്ടായി. ഏതാണ്ട് ഒരു 1000 കോടി രൂപയോളം സർക്കാരിനും കർഷകർക്കും നഷ്ടമുണ്ടാക്കിയതിന് ശേഷം എടുത്ത ഈ തീരുമാനം റബ്ബർ മേഖലയ്ക്ക് ഒരല്പം ആശ്വാസകരമായ രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഈ ഡിസംബർ 20-ന് ശേഷം അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അവധി വ്യാപാരികളുടെ ഒരു കടന്നുകയറ്റം ഈ രംഗത്തുണ്ടായി. ഈ മാർക്കറ്റിനെ ഒരു തരത്തിലും അവർ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വിദേശത്ത് ഇപ്പോൾ ഏതാണ്ട് 10 രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ മാർച്ചോടുകൂടി ഏതാണ്ട് 4000 ടണ്ണിന് മുകളിൽ വെയർഹൗസിംഗ് കോർപ്പറേഷനിൽ അവധി വ്യാപാരികളുടെ ഇടപാടിൽ ഇറക്കി വെച്ചിരിക്കുന്ന റബ്ബർ അതിന് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന ടാക്സ് ബാധകമാകും എന്നുള്ളൊരു കാരണം കൊണ്ട് ഈ മേഖലയിൽ അടിച്ചു തകർക്കാനായിട്ട് അവരിപ്പോൾ വില കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാർലമെന്റിലെ ഇടപെടലുകളിൽ തന്റെ ഊന്നൽ റബ്ബർ പ്രശ്നത്തിൽ തന്നെയായിരുന്നുവെന്നാണ് MP-യുടെ പക്ഷം. റബ്ബറിൻ്റെ വിഷയത്തിൽ എപ്പോഴൊക്കെ റബ്ബർ പ്രതിസന്ധി വിലയിടിയുമായി ബന്ധപ്പെട്ടോ അന്നേരമൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പരിഹാരം ഉടനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. വളരെ ശക്തമായി ഞാൻ ഓർക്കുന്നു, ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയ്ക്ക് നമ്മുടെ ഈ കമ്പ്യൂട്ടർ എടുത്ത് നെറ്റെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സമയം കൂടുതൽ പ്രാവശ്യം റബ്ബറിൻ്റെ വിഷയം സബ്മിഷനായിട്ടും അണ്ടർ റൂൾ 377 ആയിട്ടും മന്ത്രിമാരായിട്ടുള്ള ആനന്ദ് ശർമ്മ വാണിജ്യ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ P. ചിദംബരത്തിനെ കണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ പ്രശ്നത്തിന് വേണ്ടി മാത്രമാണ്. ഈ പ്രശ്നത്തിന് വേണ്ടിയാണ് പാർലമെൻറ്റിനകത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. അത് പാർലമെൻറ്റിനകത്ത് ഒരുമിച്ചും ഒറ്റയ്ക്കായിട്ടുള്ള പോരാട്ടം നടത്തുന്നുണ്ട്. പാർലമെൻറ്റിൻ്റെ ക്യാമ്പസിൽ തന്നെ പാർലമെൻറ്റ് പുറത്ത് സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ പുറത്ത് പാർലമെൻറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനും സമ്മർദ്ദം ചെലുത്തുവാനും അതോടൊപ്പം തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കിലും നിയോജക മണ്ഡലം സമരങ്ങളുമായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വളരെ ശക്തമായിട്ട് ഇടപെട്ടു. ഏറ്റവും അവസാനം ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ വർദ്ധിപ്പിച്ചത് വലിയൊരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. പതിറ്റാണ്ടുകളായി പറഞ്ഞു കേൾക്കുന്ന ശബരിമലയിൽ ഇനിയും അങ്കമാലി കടന്നിട്ടില്ലാത്തത് തെരഞ്ഞെടുപ്പ് ചർച്ചയാണ്.
എറണാകുളം കോട്ടയം പാതയുടെ ഇരട്ടിപ്പ് പിറവം കടന്ന് മണ്ഡലത്തിലേക്ക് എത്തിയിട്ടില്ല. കായംകുളം കോട്ടയം പാത ഇരട്ടിപ്പ് തിരുവല്ല കടന്നിട്ടുമില്ല. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി വലിയ സംഭാവന ചെയ്തു അവിടെ ബോർഡ് ഇപ്പോൾ ചെന്ന് കാണാം. പക്ഷേ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ എത്ര പാപ്പരായ സ്ഥിതിയാണ്. റെയിൽവേയുടെ ഡബിളിങ് ഈ പ്രദേശത്ത് മാത്രം നടക്കുന്നില്ല. അപ്പുറത്ത് ചങ്ങന്നൂർ വന്ന് നിൽക്കുന്നു, ഇപ്പുറത്ത് മുളന്തുരുത്തി കഴിഞ്ഞ് നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനപ്പുറത്ത് നിൽക്കുന്നു. നമ്മുടെ ഈ കോട്ടയത്തിൻ്റെ പ്രദേശത്ത് മാത്രം ഡബിളിങ് നടക്കാതായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഒരു പ്രവർത്തനം നടക്കാത്തൊരു മേഖലയായി മാറിയില്ലേ? റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് യാതൊന്നും ചെയ്തില്ല, പുതിയ പദ്ധതികളൊന്നും ഉണ്ടായില്ല. ഇവിടെയാണ് റെയിൽവേ പുതിയ ട്രെയിനുകളൊന്നും ഇതുവഴി ഓടും, എല്ലാം മറ്റു സ്ഥലം വഴി ഓടുന്നുണ്ട്. കോട്ടയം വഴി പുതിയ ട്രെയിനുകൾ ഏതെങ്കിലും വന്നോ? റെയിൽവേയുടെ ഒരു വികസനത്തിനും കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കോട്ടയത്തിന് ഒന്നും സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നെ 2 റെയിൽവേ മേൽപ്പാലങ്ങൾ അത് അതിന് മുമ്പുള്ള ഗവൺമെൻറ് കാലത്ത് പദ്ധതി ഇട്ട് അതിൻ്റെ പണി ആരംഭിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അവരുടെ വികസനത്തിന് വേണ്ടി അവരേറ്റവും പദ്ധതിയിൽ മുഖ്യമായി പറഞ്ഞു നടക്കുന്നത്. ശബരിമലയിൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കേണ്ടതാണ്, തീർച്ചയായിട്ടും വേണം. അതിനകത്ത് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുകയും ചെയ്യണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത് അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ചർച്ചകൾ വന്നു. അതിനകത്ത് പല മേഖലയിലും പലതും അങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം എന്നുള്ള ചർച്ചകൾ വന്നു. നമുക്കൊരു വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ സംഘടനത്തോടു കൂടി നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ കഴിയും. അപ്പോൾ അത് സർക്കാർ മുൻകൈയെടുത്തു. അതിനകത്ത് നമ്മളത് മുന്നോട്ട് പോവുകയാണ്. പിന്നെയുള്ളത് ഇതിനകത്ത് ചില കാര്യങ്ങൾ വന്നത് ഈ ശബരി റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് കേന്ദ്രവും സംസ്ഥാനവും കൂടെ ബന്ധപ്പെട്ട് വേണം പോകാൻ എന്ന് പറയുന്നത് ഈ പദ്ധതികളിൽ തന്നെ. പക്ഷേ തീർച്ചയായും ഇന്നിപ്പം എറണാകുളം ജില്ലയിലെ വളരെയധികം പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. കോട്ടയത്തിലേക്ക് കടന്നിരിക്കുന്നു, നമ്മുടെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം തീർച്ചയായിട്ടും ഉണ്ടാവും. സാമുദായിക സമവാക്യങ്ങൾ ഫലത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന മണ്ഡലമാണ് കോട്ടയം. കസ്തൂരിരംഗൻ നേരിട്ട് ബാധിക്കില്ലെങ്കിലും ഇതിൽ കേരള കോൺഗ്രസ് സ്വീകരിച്ച സമീപനം തെരഞ്ഞെടുപ്പ് ചർച്ചയാണ്. CSI സഭ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അംഗീകരിക്കുന്നു. ഇപ്പോഴത്തെ താല്പര്യം കസ്തൂരിരംഗൻ റിപ്പോർട്ടോ പരിസ്ഥിതിയോ ഒന്നുമല്ല. ഇപ്പോഴത്തെ വില പറഞ്ഞ രാഷ്ട്രീയ സമീപനമാണ് എൻ്റെ നോട്ടത്തിൽ അതിലുള്ളത്. ഇവിടെ പാരിസ്ഥിതിക വിഷയം അങ്ങനെ ആയിരുന്നെങ്കിൽ പാരിസ്ഥിതിക വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ആളുകളൊക്കെ ചൂട് മാറ്റി പറയില്ല. ഇവർ പലരും പാരിസ്ഥിതിക വിഷയത്തിൻ്റെ പ്രവാചകന്മാരാണ്, വലിയ പ്രസംഗക്കാരാണ്. അവരിന്ന് താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ചൂട് മാറ്റി പറയുന്നത് ഈ വിഷയത്തോട് പോലുള്ള നിഷേധമാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് CSI സഭയെ ഒന്നുകൂടെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. കാരണം അതിനകത്താണ് കുറേ കൂടെ ജനപങ്കാളിത്തവും ജന അഭിപ്രായത്തെ മാനിക്കുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ ഒരു പരിഷ്കരണമാണ്. അത് ഗാഡ്ഗിൽ റിപ്പോർട്ട് കസ്തൂരിരംഗൻ അതിനകത്ത് പല വിഷയങ്ങളും അവ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പല കാര്യങ്ങളും ഇപ്പം കൊറിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ കെട്ടിട നിർമ്മാണത്തെക്കുറിച്ചോ അതൊക്കെ പിന്നെ തീരുമാനിക്കുന്ന രീതിയിലാണ്. ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചുമതലയേൽക്കുന്നവർക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്ന ഒരു സൂചന അവിടെ ഉണ്ട്. യാക്കോബായ സഭ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ എതിർക്കുന്നുവെങ്കിലും അത് തെരഞ്ഞെടുപ്പിൽ കാര്യമായി പ്രതിഫലിക്കില്ലെന്ന് പറയാനും ആളുണ്ട്. തീർച്ചയായിട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവാദം ഒരു രാഷ്ട്രീയ കളി മാത്രമാണ്, ഒരു ഗിമ്മിക്സ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എങ്ങനെയും അട്ടിമറിക്കുക എന്നുള്ളൊരു അജണ്ടയാണ് ഇതിൻ്റെ പിറകിലുള്ളത്. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വായിച്ചിട്ടുള്ളവർക്ക് പഠിച്ചിട്ടുള്ളവർക്കറിയാം, നമ്മുടെ ഭാവി ലക്ഷ്യമാക്കുന്ന, പരിസ്ഥിതിയുടെ ഭാവി ലക്ഷ്യമാക്കുന്ന, മനുഷ്യൻ്റെ നിലനിൽപ്പ് ലക്ഷ്യമാക്കുന്ന ശാസ്ത്രീയമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട്. അദ്ദേഹം ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റാണ്, സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായ ആ കമ്മീഷൻ ഉണ്ടാക്കിയ റിപ്പോർട്ട് വായിച്ചിട്ടുള്ളവർക്ക് വളരെ വ്യക്തമാകുന്നൊരു കാര്യം, വെസ്റ്റേൺ ഗാട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യുവാനും നമ്മുടെ നിലനിൽപ്പിനും മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അത് അട്ടിമറിക്കുവാനുള്ള ഒരു നിഗൂഢ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കരുത് എന്ന് പറയുന്ന ഇപ്പോഴത്തെ
ഈ രാഷ്ട്രീയ കളി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പിന്റെ ആരവം കൊഴുക്കുന്നതിനിടയിലാണ് UDFിനെ നാമനിർദ്ദേശ പത്രികാ വിവാദം കൊടുക്കുന്നത്. നീണ്ടുനിന്ന തെളിവെടുപ്പ് UDFിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ചുവെങ്കിലും അവസാന തീരുമാനം ആശ്വാസകരമാവുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോൾ ദേശീയ സംസ്ഥാന നേതാക്കൾക്ക് പുറമെ സിനിമാ താരങ്ങളും കോട്ടയത്തെ തെരഞ്ഞെടുപ്പിന് മാറ്റുകൂട്ടുന്നു. നാമനിർദ്ദേശ പത്രികയിൽ പാർട്ടി ചെയർമാനായി KM മാണിയുടെ പേര് ചേർത്തത് തർക്കത്തിന് വഴിയൊരുക്കി. പത്രിക തള്ളുമോ കൊള്ളുമോ എന്നതിൽ 2 ദിവസത്തെ അനിശ്ചിതത്വം. ഒടുവിൽ പത്രിക സ്വീകരിക്കാൻ വരണാധികാരി തീരുമാനിച്ചു. കോടതി വ്യവഹാരത്തിലേക്ക് നീളാനുള്ള സാധ്യത കൂടി നിലനിർത്തിക്കൊണ്ടാണ് കോട്ടയത്തിപ്പോൾ മത്സരം. നോമിനേഷൻ കൊടുത്തപ്പോൾ ഞങ്ങൾ സ്ക്രൂട്ടിനി സമയത്ത് സ്പെസിഫിക് ആയ ചില ആർഗ്യുമെൻറ്റുകളാണ് വെച്ചത്. ഇലക്ഷൻ കമ്മീഷൻ്റെ റെക്കോർഡുകൾ ഞങ്ങൾ ആ റിട്ടേണിംഗ് ഓഫീസറിന് മുമ്പിൽ കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിലുള്ള റെക്കോർഡുകൾ അനുസരിച്ച് അവരുടെ പാർട്ടി ചെയർമാൻ എന്ന് പറഞ്ഞാൽ CF തോമസ് ആണ്. ആ ആക്ഷേപം ഉന്നയിച്ച് അവരുടെ മറുപടി കേട്ട് കഴിഞ്ഞ് അന്ന് തന്നെ വാദത്തിന് വെച്ചു. രാവിലെ 11 മണി മുതൽ ഇന്നലെ വൈകുന്നേരം 5 മണി വരെ വാദം കേട്ടിട്ട് 7 മണിക്ക് വിധി പറയുമെന്ന് പറഞ്ഞു. ഇത് അക്സെപ്റ്റ് ചെയ്യാവോ പറ്റൂ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് 7 മണി കഴിഞ്ഞിട്ടും 8 മണി കഴിഞ്ഞിട്ടും 9 മണി കഴിഞ്ഞിട്ട് വരുന്നില്ല. 10:26 അദ്ദേഹം സമയം വെച്ചതിൻ്റെ ഉത്തരവ് വരുന്നത്. നമ്മളെല്ലാം നിൽക്കുമ്പോൾ ആ 10:26 സമയം വെച്ച് ഉത്തരവ് തന്നതിൽ അദ്ദേഹം തന്നെ റിട്ടേണിംഗ് ഓഫീസർ പറയുകയാണ്, എനിക്ക് 7:42 സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ ഉത്തരവ് അനുസരിച്ച് അവരുടെ പാർട്ടി കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർട്ടി ചെയർമാൻ KM മാണിയാണെന്ന് ബോധ്യപ്പെട്ടുള്ള കത്ത് കിട്ടിയെന്ന്. അത് ന്യായമാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് യഥാർത്ഥത്തിൽ ജോസ് കെ മാണിക്ക് കൂടുതൽ വോട്ട് കിട്ടുവാനുള്ള സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ജോസ് കെ മാണിയുടെ പത്രിക തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF മാത്രമല്ല, LDFും BJPയും ആം ആദ്മി പാർട്ടിയും ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ പത്രിക തള്ളണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇവിടെ ഉണ്ടായത് രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചന നടത്തി 2 ദിവസത്തേക്ക് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു പുകമറ സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇടതുപക്ഷവും BJPയും ആം ആദ്മി പാർട്ടിയും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗം മാത്രമായിരുന്നു. അത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു, അത് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും BJPയും ചെയ്യേണ്ടത് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് വാങ്ങി അവർക്ക് വിജയിക്കുവാനുള്ള പരിശ്രമം നടത്തുകയാണ്. ഇരുമുന്നണികൾക്കും വേണ്ടി സംസ്ഥാന നേതാക്കളുടെ നീണ്ട നിരയാണ് എത്തിയത്. അടുത്ത ദിവസങ്ങളിൽ ദേശീയ നേതാക്കൾ കൂടി എത്തുന്നതോടെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടം ആവേശകരമാകും. UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടൻ ജയറാം പ്രചാരണത്തിനെത്തിയത് പ്രവർത്തകർക്ക് ഊർജം പകരുന്നതായിരുന്നു. കേരള കോൺഗ്രസ് M വിട്ട നോബിൾ മാത്യു BJP സ്ഥാനാർത്ഥിയായി പ്രചരണ രംഗത്തുണ്ട്. ആം ആദ്മി പാർട്ടിക്കായി അനിൽ ഐക്കരയും SDPI സ്ഥാനാർത്ഥിയായി റോയി അറക്കിലും ഇടത് ഐക്യമുന്നണിക്ക് വേണ്ടി NK ബിജുവും മത്സരിക്കുന്നു. പ്രചാരണത്തിന്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും കോട്ടയത്ത് നിന്ന് ഡൽഹിയിലേക്ക് ആര് വണ്ടി കയറുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലാണ് മത്സരം മുറുകുന്നത്. ക്രൈസ്തവ വോട്ടുകൾ മാത്രമല്ല, നായർ ഈഴവ വോട്ടുകളും നിർണായകമാണ് കോട്ടയത്ത്. സുരേഷ് കുറുപ്പ് ഈ സാധ്യത മാത്രമല്ല, തന്റെ വ്യക്തിപ്രഭാവവും ഇമേജും കൊണ്ടാണ് കോട്ടയം പിടിച്ചത്. പക്ഷേ മാത്യു ടി തോമസിന് തിരുവല്ല അസംബ്ലി മണ്ഡലത്തിൽ സാധ്യമായത് കോട്ടയത്ത് സാധ്യമാവുമോ എന്ന് കണ്ടറിയണം.